ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാൻ കോൺഗ്രസ് പ്രവർത്തകനും എത്തി. അടൂരിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനാണ് രാഹുലിനെ സന്ദർശിക്കാൻ എത്തിയത്. എന്നാൽ രാഹുൽ വിസമ്മതിച്ചതോടെ സന്ദർശനാനുമതി നിഷേധിച്ചു. അതേസമയം രാഹുലിന്റെ ജയിൽ മാറ്റം സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായില്ല. കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാഹുലിന് വേണ്ടി ക്ഷേത്രത്തിലും പള്ളിയിലും വഴിപാടുകൾ നടത്തി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ SITക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതെന്തെന്ന് വീണ്ടും സിംഗിൾ ബെഞ്ച് ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത് എന്തിനെന്നും പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വിമർശിച്ച് ഹൈക്കോടതി ചോദിച്ചു. ദേവസ്വം ബോർഡ് മുന്നംഗം KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് ഹൈക്കോടതി രണ്ടാം തവണയും വിമർശനം ഉയർത്തുന്നത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദിവസം മുതൽ പ്രതി ആശുപത്രിയിലാണ്. മകൻ SP ആണ്. അതുകൊണ്ടാണോ അറസ്റ്റ് വൈകുന്നതെന്നും ഹൈക്കോടതിയുടെ ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചതെന്തിനെന്നും പിന്നെന്തിനാണ് ദേവസ്വം ബോർഡെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരായ വിമർശനം. ദേവസ്വം ബോർഡിന് എന്താണ് ചുമതലയെന്നും കോടതിയുടെ ചോദ്യം. ചെറിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കുകയാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളാണ് A. പത്മകുമാർ. കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ് ബുദ്ധിപൂർവ്വം പിച്ചളയ്ക്ക് പകരം ചെമ്പെന്ന് പത്മകുമാർ എഴുതി ചേർത്തതെന്നും ഹൈക്കോടതി. മിനിറ്റ്സിൽ താൻ രേഖപ്പെടുത്തിയതെന്നും ദുരുദ്ദേശത്തിലായിരുന്നില്ലെന്ന പത്മകുമാറിന്റെ വാദത്തിലാണ് ഹൈക്കോടതിയുടെ മറുപടി. 1,40,00,000 രൂപ ശബരിമലയ്ക്കായി താൻ ചെലവഴിച്ചുവെന്ന് നാഗഗോവർദ്ധൻ വാദമായി അറിയിച്ചു. ഇത്രയധികം സംഭാവന ചെയ്യാൻ തക്ക ധനികനാണോ നാഗഗോവർദ്ധൻ എന്നായിരുന്നു ജസ്റ്റിസ് A. ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യം. ക്ഷേത്രസ്വത്ത് സംരക്ഷിക്കാൻ പ്രത്യേക നിയമം വേണമെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം. നിയമനിർമ്മാണം സർക്കാർ ഗൗരവമായി ചിന്തിക്കണം. ദേവസ്വം മാനിൽ കൊണ്ട് കാര്യമില്ലെന്നും ആയിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. A. പത്മകുമാർ, B. മുരാരി ബാബു, നാഗഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പിന്നീട് വിധി പറയും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.